കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. പച്ചപ്പും സംസ്കാരവും വിശ്വാസങ്ങളും നിറഞ്ഞ ഒരു ഭൂമി. പക്ഷേ ഈ വിശ്വാസങ്ങളെല്ലാം സത്യമാണ്, അല്ലെങ്കിൽ നമ്മൾ തലമുറകളായി വിശ്വസിച്ചു വന്ന ചില മിത്സ് ആണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ടോപ്പ് 5 മിത്സ് ഇൻ കേരള. സത്യമെന്ത് തെറ്റെന്ത് വളരെ വിശദമായി നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾ പറയും, ഇത് ഞാൻ വിശ്വസിച്ചിരുന്നുവല്ലോ. അപ്പോൾ മിത്ത് ഒന്നെന്ന് പറയുന്നത്, രാത്രി നഖം മുറിച്ചാൽ ദുരന്തം വരും. ഇത് കേൾക്കാത്ത മലയാളികളുണ്ടോ? അമ്മമാർ പറയും, രാത്രി നഖം മുറിക്കരുത്, അപശകുനം. പഴയ കാലത്ത് വൈദ്യുതി ഇല്ലാത്ത കാലം, രാത്രി നഖം മുറിച്ചാൽ കത്തി കൊണ്ട് കൈ മുറിയാൻ സാധ്യത കൂടുതലായിരുന്നു. അതാണ് സുരക്ഷാ മുന്നറിയിപ്പ്, അല്ലാതെ അപശകുനം. സയന്റിഫിക് ട്രൂത്ത്. നഖം മുറിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. ഭാഗ്യം മാറുന്നത് നമ്മൾ ചെയ്യുന്ന തീരുമാനങ്ങളിലാണ്, നഖം മുറിക്കുന്നതിലല്ല. മിത്ത് 2, കണ്ണേറ് യഥാർത്ഥമാണ്. നല്ല കാര്യം സംഭവിക്കുമ്പോൾ അമ്മ പറയും, ആരെങ്കിലും കണ്ണേറ് വെച്ച. കണ്ണേറ് പറയുന്നത് സൈക്കോളജിക്കൽ എഫക്റ്റ്. ഒരു കാര്യം വളരെ പേടിച്ച് വളരെ സ്ട്രെസ്സായി നമ്മൾ വിശ്വസിച്ചാൽ അത് തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. എക്സാമ്പിളായി എക്സാം പേടി, സ്റ്റേജ് ഫിയർ, ഇൻ്റർവ്യൂ ആൻസൈറ്റി എല്ലാം മൈൻഡ് ബേസ്ഡ് എഫക്ട്സ്. ശരിയെന്തെന്ന് വെച്ചാൽ, ആരെങ്കിലും നോക്കിയാൽ നമ്മുടെ ജീവിതം തകരില്ല, പക്ഷേ നമ്മുടെ പേടി നമ്മളെ തകർക്കും. മിത്ത് 3, ആൽമരത്തിലും കുളത്തിലും പ്രേതമുണ്ട്. ഗ്രാമങ്ങളിൽ ഒരിക്കലെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാകും. അവിടെ പോകരുത്, പ്രേതമുണ്ട്. ഈ മിത്തിന്റെ തുടക്കം എന്തുകൊണ്ടെന്നാൽ, കാറ്റുകൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, കുളങ്ങൾ, അപകട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ. അതിനാൽ മക്കളെ ഭയപ്പെടുത്തി അവിടേക്ക് പോകുന്നത് പറഞ്ഞ് പേടിപ്പിക്കാൻ ഈ മിത്ത് ഉപയോഗിച്ചു. ഇനി സയന്റിഫിക് ആംഗിളിൽ നോക്കിയാൽ, രാത്രി കാറ്റ്, മരങ്ങളുടെ ശബ്ദം, നിഴൽ ഇവയെല്ലാം ചേർന്നാൽ മനസ്സിൽ ഭ്രമം ഉണ്ടാകും. സത്യം എന്തെന്നാൽ, പ്രേതത്തെ കണ്ടത് പലപ്പോഴും നമ്മളുടെ ഭയമാണ്. മിത്ത് 4, പാമ്പ് പ്രതികാരം ചെയ്യും. ഒരു പാമ്പിനെ കൊന്നാൽ അതിൻ്റെ കൂട്ടാളി നമ്മളെ തേടി വരും. റിയാലിറ്റി എന്തെന്നാൽ, പാമ്പുകൾ ഹ്യൂമൻ റിവെഞ്ച് ഇമോഷൻ ഇല്ല, പക്ഷേ അവയ്ക്ക് സർവൈവൽ ഇൻസ്റ്റിൻറ് ഉണ്ട്. അവയെ ഭീഷണിപ്പെടുത്തിയാൽ അവ പ്രതികരിക്കും. അത് റിവെഞ്ച് അല്ല, സെൽഫ് ഡിഫെൻസ് ആണ്. മിത്ത് 5 എന്നാൽ, ദൈവം പരീക്ഷിക്കുന്നത് ചിലരെ മാത്രം. ജീവിതത്തിൽ കഷ്ടതകൾ വന്നാൽ നമ്മൾ പറയും, ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. സത്യം എന്തെന്നാൽ, ജീവിതം എല്ലാവരെയും ഒരേപോലെ പരീക്ഷിക്കും. ചിലർ തകരും, ചിലർ ശക്തരാകും. വ്യത്യാസം ദൈവത്തിലല്ല, നമ്മളുടെ പ്രതികരണത്തിൽ. നീ ശരിയായ സത്യം, ദൈവം നമ്മളെ തകരാനല്ല, നമ്മളെ വളർത്താനാണ് അവസരങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, വിശ്വാസം തെറ്റല്ല, പക്ഷേ അനന്തവിശ്വാസം നമ്മളുടെ വളർച്ച തടയും. നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ അവിടെയാണ് യഥാർത്ഥ ബോധം തുടങ്ങുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. നമ്മുടെ ഗ്രാമത്തിൽ കേട്ട ഇത്തരം മിത്സ് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അവയെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ സൈനിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.